ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം എക്സാം ബേസ് ചെയ്തുകൊണ്ട് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരിസര പഠനത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതുപോലെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവുക. ഏകദേശം ഇതേ മോഡലിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1. ഫ്രണ്ട്സ് ഓഫ് ചിത്തിരപുരം സ്കൂൾ വിസിറ്റഡ് എ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഗിവൺ ബിലോ ഈസ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ദേ ഒബ്സർവ്ഡ്. ചിത്തിരപുരം സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടെ അവിടുത്തെ ഉദ്യാനം ഗാർഡന് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ കണ്ടിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരുകളാണ് നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അവർ കണ്ട പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. മാംഗോ ട്രീ, മാങ്ങ, പിന്നെ സ്പിനച്ച് ചീര, റോസ്, പിന്നെ തുളസി, ജാക്ക് ഫ്രൂട്ട്, ഹിബിസ്കസ്, പിന്നെ അതുപോലെ മുക്കുറ്റി, തേക്ക്, ഈ മരങ്ങളൊക്കെയാണ് അവർ അതിൽ അവരുടെ ആ ഗാർഡനിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എ. അക്കോർഡിംഗ് ടു ദെയർ ഫീച്ചേഴ്സ് ക്ലാസിഫൈ ദം ഇൻ ദ ഗിവൺ ടേബിൾ. ഈ ചെടികളുടെ ഫീച്ചേഴ്സ് അവരുടെ സവിശേഷതകൾക്കനുസരിച്ച് താഴെ തന്നിട്ടുള്ള ടേബിളിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെയൊക്കെ പട്ടികപ്പെടുത്താം മക്കളെ? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നീ 3 കാറ്റഗറിയിലായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഹെർബ്സ് വരുന്നത് എന്തൊക്കെയാണ്? ഹെർബ്സ് എന്ന് വെച്ചാൽ മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ല്യൂക്കസ് നമ്മുടെ തുമ്പ, സ്പിനാച്ച് ചീര, മുക്കുറ്റി, ഇത് 3 ഹെർബ്സ് ആണ്. പിന്നെ ഷ്രബ്സ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ, തുളസി, ഹിബിസ്കസ് ചെമ്പരത്തി, റോസ്. ട്രീസ് മരങ്ങൾ, മാംഗോ ട്രീ മാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ്, തേക്ക്. അപ്പോൾ ഇത്രയും ട്രീസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തെഴുതാം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പോവുക. ഹെർബ്സിനും ഷ്രബ്സിനും ട്രീസിനും ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് നോക്കി മനസ്സിലാക്കി പഠിച്ചു പോവുക കേട്ടോ. Question B. Some parts of the rose plant in the garden said things about themselves. ആ ഗാർഡനിലുള്ള റോസിൻ്റെ ചെടിയുടെ കുറച്ച് ഭാഗങ്ങൾ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഐഡൻറ്റിഫൈ ദ പാർട്സ് വിച്ച് ദേ മെൻഷൻഡ് ഫ്രം വാട്ട് ദേ സെഡ്. അവർ പറഞ്ഞ സവിശേഷതകൾക്കനുസരിച്ച് പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾ എഴുതണം. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ പാർട്ട് ഓൾസോ. ആ പാർട്ടിൻ്റെ ചിത്രം വരയ്ക്കുകയും വേണം. നോക്കിക്കേ, ആദ്യത്തേത് ഐ പ്രിപ്പയർ ഫുഡ് ഫോർ ദ പ്ലാന്റ്. ഞാൻ ചെടികൾക്ക് വേണ്ടിയിട്ട് ആഹാരം പാകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ മക്കളെ ചെടികൾക്ക് ആഹാരം പാകം ചെയ്യുന്നത്? ചെടികളുടെ ആഹാരം പാകം ചെയ്യുന്നത് ഇലകളിൽ വെച്ചാണ്, ലീഫിൽ വെച്ചാണ്. അപ്പോൾ ഇത് പറഞ്ഞ പാർട്ട് ലീഫാണ്. ചെടികൾ ഇങ്ങനെ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഫോട്ടോസിന്തസിസ് എന്നാണ് അല്ലേ. ഇനി രണ്ടാമത്തെ പാർട്ട് പറയുന്നത് നോക്കൂ. മൈ ജോബ് ഈസ് അബ്സോർബിങ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. എൻ്റെ ജോലി എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണ് ഈ ജോലി ചെയ്യുന്നത്? റൂട്ടാണ്, വേരാണ് അല്ലേ. അപ്പോൾ റൂട്ട് എന്ന് എഴുതുക, റൂട്ടിൻ്റെ ഒരു ചിത്രവും വരച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ലിസൺ ടു വാട്ട് എ ഫിഷ് ഇൻ എ പോണ്ട് ഇൻ ചിത്തിരപുരം സേസ്. ചിത്തിരപുരത്തെ ഒരു കുളത്തിലെ ഒരു മീൻ പറയുന്നത് നോക്കിക്കേ. പ്ലീസ് ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ദ പോണ്ട്, ലെറ്റ് us ഓൾസോ ലിവ്. ദയവ് ചെയ്ത് കുളത്തിലേക്ക് മാലിന്യങ്ങൾ എറിയരുത്, ഞങ്ങളും ജീവിച്ചോട്ടെ എന്നാണ് ആ ഫിഷ് പറയുന്നത് അല്ലേ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ എ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് വാട്ടർ റിസോഴ്സസ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അല്ലേ. വാട്ട് ഷുഡ് വി ഡു ടു ടേക്ക് കെയർ ഓഫ് സോഴ്സസ് ഓഫ് വാട്ടർ. ഇതുപോലെ വാട്ടർ സോഴ്സസ് സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ദ വാട്ടർ സോഴ്സസ്. വാട്ടർ സോഴ്സസിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയാൻ പാടില്ല. കീപ് വാട്ടർ സോഴ്സസ് നീറ്റ് ആൻഡ് ടൈഡി. ജലസ്രോതസ്സുകളെല്ലാം വാട്ടർ സോഴ്സസ് എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഡോണ്ട് ഹാം അക്വാറ്റിക് അനിമൽസ്. ജലജീവികളെ ഹാം ചെയ്യരുത്, ഉപദ്രവിക്കരുത്. ഇനി ബി. മിനിമോൾ മെയ്ഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻ. മിനിമോള് മഴ അളക്കുന്നതിനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം ഉണ്ടാക്കി. ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, നെയിം ഇറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഴ അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്? റെയിൻ ഗോജ്. റെയിൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? റെയിൻ ഗോജ്. അപ്പോൾ ഇത് റെയിൻ ഗോജ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. Manu and his friends made an equipment for purifying muddy water as shown in the figures. താഴെ തന്നിട്ടുള്ള ചിത്രത്തിലേതുപോലെ മനുവും അവൻ്റെ കൂട്ടുകാരും കൂടെ ചെളിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായിട്ട് ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടാക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റൈറ്റ് മെത്തേഡ് ഓഫ് മേക്കിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇതിൽ ഏത് മെത്തേഡാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം.
എ നോക്കൂ, മുകളിൽ ചാർക്കോൾ, ചാർക്കോൾ എന്ന് വെച്ചാൽ കരി. രണ്ടാമത് ഗ്രേവൽ, ഗ്രേവൽ എന്ന് വെച്ചാൽ ചരൽ. മൂന്നാമത് സാൻഡ്, മണൽ. ഇനി ബി, മുകളിൽ ഗ്രേവൽ ചരൽ, രണ്ടാമത് സാൻഡ്, മൂന്നാമത് ചാർക്കോൾ. സി, ആദ്യം ഗ്രേവൽ, പിന്നെ ചാർക്കോൾ, പിന്നെ സാൻഡ്. ഇതിലേതാ മക്കളെ ശരിയായത്? അതെ, രണ്ടാമത്തേതാണ് കേട്ടോ. രണ്ടാമത്തേത് ഏറ്റവും മുകളിൽ ഗ്രേവൽ, പിന്നെ സാൻഡ്, പിന്നെ ചാർക്കോൾ. ഇങ്ങനെയാണ് ആ എക്യുപ്മെൻ്റ് ഉണ്ടാക്കേണ്ട ശരിയായ രീതി. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കിക്കേ. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? നമ്മളുടെ ഈ മഴവെള്ളം മണ്ണിൽ പതിക്കുമ്പോൾ ചെളിവെള്ളമാണല്ലോ ആവുന്നത്. അത് കിണറിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് തെളിഞ്ഞ വെള്ളം ആവുന്നത്? ആൻസർ: എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ഇറ്റ് ബിക്കംസ് ദ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. അപ്പോൾ ആൻസർ അത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ വെള്ളം നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടതുപോലെ തന്നെ മണ്ണിലൂടെ ഫിൽട്ടർ ചെയ്ത് പോകുന്ന സമയത്ത് എന്താവുന്നു? തെളിഞ്ഞ് വരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എലഫൻ്റ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, സ്നെയിൽ, ക്രൗവ്, ഹോഴ്സ്, ഈഗിൾ, ടോർട്ടോയ്സ്, ഫോക്സ്, പാരറ്റ്, മില്ലിപ്പേഡ് നമ്മുടെ തേരട്ടയുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്ലൈ തുമ്പിയുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എ, ക്ലാസിഫൈ ദം ഇൻ ദ ഗിവൺ ടേബിൾ അക്കോർഡിംഗ് ടു ദെയർ മെത്തേഡ് ഓഫ് മൂവ്മെൻറ്റ്. ഈ ജീവികളുടെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവർ പലതരത്തിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം മക്കളെ? ആദ്യം വാക്കിംഗ് ആനിമൽസ് ഇതിൽ ഏതൊക്കെയാണ്? എലഫൻറ്റ്, ക്യാറ്റ്, ഡോങ്കി, ഫോക്സ്. ഇനി ഫ്ലൈയിങ്, പറക്കുന്നവ ഏതൊക്കെയാണ്? ക്രൗവ്, ഈഗിൾ, പാരറ്റ്, ഡ്രാഗൺ ഫ്ലൈ. നെക്സ്റ്റ് ക്രൗളിംഗ്, ഇഴയുന്നവ ഏതൊക്കെയാണ്? സ്നേക്ക്, സ്നെയില്, ടോർട്ടോയ്സ്, മില്ലിപ്പേഡ്. അപ്പോൾ ജീവികളുടെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് ജീവികൾക്ക് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക, ആ എക്സാമ്പിൾസൊക്കെ ഒന്നും കൂടെ പഠിക്കുക കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻ ബി നോക്കൂ. രാഹില ആസ്ക് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ്. ആൻസർ ഹെർ ക്വസ്റ്റ്യൻസ്. രാഹില ചില ജീവികളുടെ ബോഡി ഫീച്ചേഴ്സ്, ശരീരഘടനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പറയണം. ആദ്യം റഹീം പറയുന്നത് നോക്കൂ. യു ക്യാൻ നെയിം മീ ഫ്രം ദ സ്ട്രിപ്സ്. സ്ട്രിപ്സ് എന്ന് വെച്ചാൽ ലൈൻസ് ഓൺ മൈ ബോഡി. ഹു ആം ഐ? എൻ്റെ ശരീരത്തിലുള്ള വരകളുടെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരിച്ചറിയുന്നത്. ഞാൻ ആരാണ്? ശരീരത്തിലെ വരകളുടെ പ്രത്യേകത കൊണ്ട് തിരിച്ചറിയുന്ന ജീവി ഏതാ മക്കളെ? സീബ്രയാണ് അല്ലേ. നെക്സ്റ്റ് രാഹില പറയുന്ന നോക്കിക്കേ. സം ആനിമൽസ് ഹാവ് ഹൂഫ്സ്. നെയിം എ ഹൂഫ്ഡ് ആനിമൽ. ചില മൃഗങ്ങൾക്ക് ഹൂഫ് എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ കുളമ്പുണ്ട്. കുളമ്പുള്ള ഒരു മൃഗത്തിന് എക്സാമ്പിൾ പറയൂ. ഹോഴ്സ് അതിനൊരു എക്സാമ്പിളാണ്. കുതിര. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഒരു ലയൺ ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഓ ടു ഹംഗ്രി ടുഡേ. ഇഫ് എ ഡീർ വെർ ഹിയർ ഐ കുഡ് ഹാവ് ഫിൽഡ് മൈ സ്റ്റൊമക്ക്. എന്താ പറയുന്നു? എനിക്ക് വളരെ നല്ലപോലെ വിശക്കുന്നുണ്ട്, ഒരു മാനിനെ കിട്ടിയിരുന്നെങ്കിൽ വയറ് നിറയ്ക്കാമായിരുന്നു എന്ന് പറയുന്നു അല്ലേ. ഇനി ചോദ്യം എന്താണ്? ഡോണ്ട് യു റിമെമ്പർ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്? നോ ക്ലാസിഫൈ ദ ആനിമൽസ് നെയിംഡ് ബിലോ അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്സ്. യൂസ് ദ ഗിവൺ ടേബിൾ. താഴെ നമുക്ക് കുറച്ച് ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. അവയുടെ ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണ രീതിക്കനുസരിച്ച് അവയെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? ഹെർബിവോർസ്, കാർണിവോർസ്, ഓംനിവോർസ്, ഇങ്ങനെ 3 രീതിയിൽ പഠിച്ചിട്ടില്ലേ ഫുഡ് ഹാബിറ്റ്സിൻ്റെ മെത്തേഡ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് നോക്കൂ മക്കളെ. ലെപ്പാർഡ് പുലിയുണ്ട്, കൗവ് പശു, ഫോക്സ് കുറുക്കൻ, ജിറാഫ്, ഹെന്ന് കോഴി, വോൾഫ് ചെന്നായ, ഡക്ക് താറാവ്, ആൻറ്റ് ഉറുമ്പ്, ഡീർ മാൻ, ക്രൗ കാക്ക, ഹോഴ്സ് കുതിര, ലയൺ. ഇനി നമുക്കിതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആദ്യം ഹെർബിവോസ് എന്ന് വെച്ചാൽ എന്താണ്? സസ്യാഹാരം, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന ജീവികളാണ് ഹെർബിവോസ്. അതിന് എക്സാമ്പിളാണ് കൗ, ഹോഴ്സ്, ജിറാഫ്, ഡീർ. നെക്സ്റ്റ് കാർണിവോർസ് എന്ന് വെച്ചാൽ മീറ്റ്, ഇറച്ചി കഴിക്കുന്ന ജീവികളാണ് കാർണിവോർസ്. അതിന് എക്സാമ്പിളാണ് ലെപ്പാർഡ്, വോൾഫ്, ലയൺ, ഫോക്സ്. അടുത്തത് ഓംനിവോർസ് എന്ന് വെച്ചാൽ പ്ലാന്റ് പാർട്സും കഴിക്കും, അതുപോലെ മീറ്റും കഴിക്കും, രണ്ടും കഴിക്കുന്ന ജീവികളാണ്. അതിന് എക്സാമ്പിളാണ് ക്രൗ, ഹെന്ന്, ഡക്ക്, ആൻറ്റ്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. യു ആർ ഫെമിലിയർ വിത്ത് ദ ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള 2 ബേർഡ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത്തേത് ഡക്കാണ്, രണ്ടാമത്തേത് ഈഗിളാണ്. റൈറ്റ് 2 ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം. ഈ 2 പക്ഷികളുടെയും 2 ശരീരഘടന പ്രത്യേകതകൾ, ബോഡി ഫീച്ചേഴ്സ്, അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡക്കിൻ്റേത് നോക്കൂ മക്കളെ. ഓയിലി ഫെദേഴ്സ്, നമ്മുടെ എണ്ണമയമുള്ള ചിറകുകളായിരിക്കും. വെബ്ഡ് ടോസ്, തുഴ പോലെയുള്ള കാലുകളാണ്. ദ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ്.
കൊക്ക് എങ്ങനെയാണ്, ചുണ്ട് എങ്ങനെയാണ്, പരന്നതും നല്ല കട്ടിയുള്ളതുമായ ഉറപ്പുള്ളതുമായ ചുണ്ടാണ്. നെക്സ്റ്റ് ഈഗിളിൻ്റെ പ്രത്യേകത നോക്കൂ. ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ്, വലുതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയായിട്ടുള്ള ചിറകുകൾ. ഷാർപ്പ് വിഷൻ, നല്ല കാഴ്ച ശക്തി. ഷാർപ്പ് ബീക്ക് ആൻഡ് ക്ലോസ്, നല്ല മൂർച്ചയേറിയ എന്താണ് കൊക്കുകളും അതുപോലെ അതിൻ്റെ കാൽനഖങ്ങളും. ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് സിംഹത്തിനെയോ അല്ലെങ്കിൽ ലപ്പാടിനെയോ ഒക്കെ ടൈഗറിനെയൊക്കെ തന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ അറിയാമല്ലോ. എന്താണ്, നല്ല മൂർച്ചയേറിയ പല്ലുകൾ, മൂർച്ചയേറിയ നഖങ്ങൾ എന്നൊക്കെ എഴുതി കൊടുക്കണേ. അപ്പോൾ ഏകദേശം ഈ മോഡലിലാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പർ പരീക്ഷിക്കാവുന്നത്. നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണുള്ളത്. ദ ഗ്രീൻ എർത്ത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, പിന്നെ വാട്ടർ ആൻഡ് സോയിൽ. ഈ 3 പാഠവും നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ചാനലിൽ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാകെ വീഡിയോ കണ്ടിട്ട് നല്ലതുപോലെ പഠിക്കുക കേട്ടോ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളും നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്